സ്ഥലം അത്ര പന്തിയല്ലെന്ന്. ചൂണ്ടിലെ സിഗരറ്റ് ഒന്നുകൂടെ പോച്ചള്ളി അയാൾ നവമിയെ നോക്കി. ഞാൻ വഴി പാതിയിൽ നിർത്തി നവമി പേടിയോടെ അയാളെ നോക്കി. എന്താടി നീ നിന്ന് പിറുപിറുക്കുന്നേ? ഞാൻ വഴിയേറ്റി വന്നതാ. ബസ് മാറിക്കയറി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോഴാണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നേ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ് കയറിയ ബസ് മാറിപ്പോയിന്ന്. നിഷ്കളങ്കതയോടെ നവമി അയാളെ നോക്കി പറഞ്ഞു. ബെസ്റ്റ്, വഴി തെറ്റി ഇറക്കി വിടാൻ കണ്ട സ്ഥലം കൊള്ളാം. അല്ലടി, നിനക്ക് എവിടെയാ പോകണ്ടത്? വേണേ ഞാൻ കൊണ്ടുവിടാം. സിഗരറ്റ് ഒന്നുകൂടെ ആഞ്ഞു വലിച്ച് പുക പുറത്തേക്ക് ഊതുന്നതിനൊപ്പം സിഗരറ്റ് താഴേക്കിട്ട് വലതുകാൽ കൊണ്ട് ചവിട്ടി അരച്ചു. ചോദിച്ച കേട്ടില്ലേ, എവിടാ പോകണത് നിനക്ക്? ആലിമരക്കാവ്. ആ, അതെവിടെ സ്ഥലം? ശക്തപുരത്തപ്പൻ്റെ നാട്ടിൽ. അവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഉണ്ട്. അത്രയും ദൂരം ഒന്നും കൊണ്ടുവിടാൻ എനിക്ക് കഴിയില്ല. വേണേ ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. വേണോ? നവമി അയാൾ ഒന്നുകൂടെ നോക്കി. കണ്ടാൽ തന്നെ അറിയാൻ കള്ളുടിയനാണെന്ന്. അപ്പോഴാണ് അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന മാല അവൾ ശ്രദ്ധിച്ച്. എനിക്ക് നിങ്ങളറിയില്ല, പിന്നെ ഞാനെങ്ങനെയാ? ആരറിയില്ല എന്നാ നീ പറയുന്നത്? ലോകത്തിൽ കിടക്കുന്ന ആളെയാണോ? അത് നീ അറിയാൻ വഴിയില്ല. എൻ്റെ അമ്മയാ. പിന്നെ നിനക്ക് താല്പര്യം മാത്രം കയറിയാൽ മതി. ഞാൻ ആരെയും. അതും പറഞ്ഞ അയാൾ ബുള്ളറ്റ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. ഞാനും വരുന്നുണ്ട്. നവമി വേഗം ബുള്ളറ്റിന്റെ ഹാൻഡിൽ കയറി പിടിച്ചു. കയറിക്കോ, ഇനി അധികം സംസാരം വേണ്ട. ചുറ്റിനും നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. മറ്റൊന്നും ആലോചിക്കാതെ നവമി ബുള്ളറ്റിന്റെ പുറകിൽ കയറി. അയാൾ ബുള്ളറ്റ് മുന്നോട്ട് വായിച്ചു. വയസ്ക്കുന്നുണ്ടോ നിനക്ക്? ബുള്ളറ്റിന്റെ വേഗം കുറച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഇല്ല, കഴിച്ചിട്ട് ഇറങ്ങിയത്. വെള്ളം വല്ല കുടിക്കണോ? നല്ല ദാഹമുണ്ട്, നവമി പറഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയി അയാൾ ബുള്ളറ്റ് വഴിയിൽ നിർത്തി. നവമി ബുള്ളറ്റിൽ നിന്നിറങ്ങി ചുറ്റിനും നോക്കി. മുന്നോട്ടുള്ള വഴികളിൽ ഇരുവശവും വാഗമരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചുവന്ന പൂക്കൾ റോഡിന്റെ വശങ്ങളിൽ വീണ് കിടക്കുന്നുണ്ട്. സീതമ്മ, 2 കരിമ്പ് ജ്യൂസ് തന്നേ. വന്നിട്ടാ ഈ റാസ. 70 വയസ്സിനടുത്ത് പ്രായം തോന്നിയ ഒരു സ്ത്രീ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു നീ? ഈ വഴി വന്നിട്ട് കുറെ ആയില്ലോ. സീതമ്മയെ മറന്നില്ലേ നീ? ആ ശബ്ദത്തിൽ പരിഭവം കലർന്നിരുന്നു. എന്നമ്മ ഇപ്പടിയെല്ലാം പേസരുത്, സീതമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അയാൾ പറഞ്ഞു. മലയാളം മതി ചെക്ക. അല്ല, ഏതാണ് ഈ പെൺകുട്ടി? നവമിയെ ചൂഴി നോക്കിക്കൊണ്ട് സീതമ്മ അയാൾ നോക്കി. കാശിനാഥന്റെ യാത്രയിൽ നിന്ന് അറിയാതെ വന്നുപെട്ട ഒരുവൾ, അത്രേ ഉള്ളൂ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മനസ്സിലാവുന്ന ഭാഷയെ പറ മോനെ. നിങ്ങൾ ഒളിച്ചോടി പോന്നാണല്ലേ? സീതമ്മ പറഞ്ഞിട്ട് നവമി ഞെട്ടി. അയ്യോ അല്ല, വഴി തെറ്റിന്നപ്പോ കൂടെ കൂടിയതാ, അടുത്ത ബസ് സ്റ്റാൻഡ് വരെ. നവമി വേഗം മറുപടി കൊടുത്തു. നേരാണോടാ? സീതമ്മ കാശിനാഥനെ നോക്കി. പിന്നല്ലാതെ, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. ദാഹം മാറിയല്ലോ, അപ്പൊ നിങ്ങൾക്ക് പോയാലോ വേണേ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാശിനാഥൻ നവമിയെ നോക്കി ചോദിച്ചു. നവമി മൂളി. സീതമ്മ, ഇനി ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ വഴി വരാട്ടോ. ഇനി യാത്രയില്ല. പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് സീതമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് തിരിഞ്ഞടന്ന്. എനിക്ക് ഇവിടെ പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് വേണ്ട നിന്റെ പൈസ. എടുത്തുകൊണ്ട് പൊക്കോ. അവൻ്റെ ഒരു പൈസ. നീ വരുന്നുണ്ടോ? അതോ ഈ തള്ളയുടെ വർത്താനം കേട്ട് നിൽക്കുവാണോ? മോള് ചെല്ല്, ഞാൻ ചുമ്മാ പറഞ്ഞ. പേടിക്കേണ്ട കേട്ടോ. വിശ്വസിച്ച് കൂടെ പോവാ. ചങ്ക് വരച്ച് കൂടെ നിന്നോളൂ അവൻ. സീതമ്മ ഏതർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് നവമിക്ക് മനസ്സിലായില്ലെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന പേടി പെട്ടെന്ന് ഇല്ലാതാവുന്ന നവമി അറിഞ്ഞു. പോയച്ചും വരാം. സീതമ്മയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് നവമി പറഞ്ഞ ബുള്ളറ്റിലേക്ക് കയറി. അമ്മേ, പോണ കേട്ടോ, ഇവളവിടെ വീട്ടിൽ കൊണ്ടിട്ട് തരാം. അതും പറഞ്ഞ് കാശിനാഥൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. അയ്യോ, എന്നെ വീട്ടിലൊന്നും കൊണ്ടുവിടണ്ട. അതെന്താ കൊണ്ടുവിട്ടാൽ? ഞാൻ കൊണ്ടുവിടും. ബുള്ളറ്റിന്റെ വേഗം കൂട്ടിക്കൊണ്ട് കാശിനാഥൻ പറഞ്ഞു. എന്നെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്നെ കൂടെ കൂട്ടിയത്? അതൊക്കെ ശരിയാ, പക്ഷേ ഇനി നിന്നെ അങ്ങനെ അവിടെ കൊണ്ടുവിടുന്നില്ല. മാത്രമല്ല, നേരം വൈകി തുടങ്ങി. ഒരു പെൺകുട്ടി ഇങ്ങനെ ആ സമയത്ത് ഒറ്റയ്ക്ക് വിട്ടേച്ചും പോവാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ലെന്നേ. അതാ. നിങ്ങൾക്ക് അത്രയും ദൂരം എന്നെ കൊണ്ടുവിടാൻ ആ ബുദ്ധിമുട്ട് ഓർത്തിട്ടാ. മാത്രമല്ല, എനിക്ക് നിങ്ങൾ അറിയുപോലും ഇല്ലല്ലോ. അതിൻ്റെ ഒരു പാതിയിൽ നിർത്തി നവമി. എന്തേ നിർത്തിക്കളഞ്ഞ്? ബാക്കി കൂടി പറ, കേൾക്കട്ടെ. ഏയ് ഒന്നുമില്ല, എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി. ഞാൻ ഇവിടുന്ന് ബസ് കയറി പോയിക്കോളാം, പ്ലീസ്. പേടിയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആ സിറ്റുവേഷനിൽ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതാ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോരാൻ വേണ്ടി. അതെന്താ രക്ഷപ്പെട്ടു പോരാ? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ? ജാനകിപുരം സ്കൂളിലെ ടീച്ചറായിട്ട് അപ്പോയിൻമെന്റ് കിട്ടി വന്നാൽ ഞാൻ. ആദ്യ ദിവസമായിരുന്നു ഇന്ന്. ഉച്ചയ്ക്ക് ചോറുണ്ടുന്ന സമയം കുറേ ആളുകൾ ഓഫീസ് റൂമിൽ കയറി വന്ന് അവിടെ ഉണ്ടായ ഒരു സാറിന് ഒരുപാട് തല്ലി. പിള്ളേരൊക്കെ വിരട്ടി ഓടിച്ചു. കൂടെ ഉണ്ടായിരുന്ന ടീച്ചർമാരൊക്കെ ഇറങ്ങി ഓടി. ആ വഴി വന്ന ബസ്സിൽ എല്ലാവരും കയറി. അവരോടൊപ്പം ഞാനും കയറി. അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. ആരുമായിട്ട് എനിക്ക് പരിചയമില്ലായിരുന്നു. അതുകൊണ്ട് പാതിയിൽ നിർത്തി നവമി. കണ്ണാടിയിലൂടെ കാശിനാഥൻ നവമിയെ നോക്കി.
തൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. പേരുകേട്ട തറവാടാ. ഞാൻ ജോലിക്ക് പോകുന്ന ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ വലിയ കൊതിയായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് വെറുതെ തന്നെ വീട്ടിലിരിക്കുന്നു. അതുകൊണ്ടാണ് PSC എഴുതിയെടുത്ത്. നിഷ്കളങ്കമായ അവളുടെ മറുപടി കേട്ട് കാശിനാഥൻ കണ്ണാടിയിലൂടെ അവൾ നോക്കി. അതെ, ഞാൻ വേണേ ഇവിടെ വിടാം കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ള ബസ് കിട്ടും. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി ഒരു 4 കൂടിയ കവലിൽ ബുള്ളറ്റ് ഒതുക്കി നിർത്തിക്കൊണ്ട് കാശിനാഥൻ നവമിയെ നോക്കി പറഞ്ഞു. എന്ത്, ഇറങ്ങുന്നില്ലേ? ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന നവമിയെ കണ്ണാടിയിലൂടെ നോക്കി കാശിനാഥൻ ചോദിച്ചു. ഇല്ല, ഇയാൾ കഴിയുമെങ്കിൽ എന്നെ എൻ്റെ നാട്ടിലെത്തിച്ച. അതെന്താ ഇപ്പം അങ്ങനെ പറയുന്നത്? ഇത്രയും നേരം അതല്ലല്ലോ പറഞ്ഞ്. പക്ഷേ ഇപ്പം എന്തോ നിങ്ങൾ എനിക്ക് വിശ്വാസം വരുന്നു. മാത്രമല്ല കാശി പറഞ്ഞവർ എനിക്ക് നാടും സ്ഥലമൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ടാ. എൻ്റെ പേര് ഓർമ്മയിലുണ്ടല്ലേ? എന്തായാലും എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വെള്ളടിക്കാൻ നേരവും കാലം ഇല്ലാത്തതാണ് ഞാൻ. ഇതിപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്യാലോ, അതും സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക്. എന്ന് നമുക്ക് പോയാലോ? ബുള്ളറ്റ് മുന്നോട്ടെടുത്തുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നവമി ചോദിച്ചു കേട്ട് കണ്ണാടിയിലൂടെ കാശിനാഥൻ അവളെ നോക്കി. എന്തിനെങ്ങനെ കുടിച്ച് നശിക്കുന്നു? ഒന്ന് വൃത്തിക്കും വെടിപ്പിനും നടന്നൂടെ? ഇതിപ്പോൾ ആളെ കാണുമ്പോഴേ അറിയും ആള് മഹാ തല്ലിപ്പൊളിയാണെന്ന്. എന്നിട്ട് എന്ത് ആ തല്ലിപ്പൊളിയുടെ കൂടെ ബുള്ളറ്റ് കയറിയത്? അത് പിന്നെ മുന്നിൽ കൊണ്ട് വന്ന് നിർത്തിയിട്ട് ചോദിച്ചാൽ പിന്നെ പാതി വഴിയിൽ നിർത്തി നവമി. ചോദിച്ചാൽ പിന്നെ ബാക്കി കൂടി പറ, കേൾക്കട്ടെ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ഇയാളൊന്നും കേട്ടിട്ടില്ല. കുറച്ചു നേരത്തെ മൗനം. എന്താണ്, ദേഷ്യം വന്നോ? കാശി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഓരോരുത്തരും വിചാരിക്കണം അവനവൻ നന്നാവൻ, അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞ ഒരാൾ നന്നാവില്ല. എന്തോ തൻ്റെ മനസ്സിൽ നന്മയുണ്ടെന്ന് തോന്നി. കള്ളുടിയനാണെങ്കിലും തൻ്റെ കൂടി കയറിപ്പോരാൻ എനിക്ക് ധൈര്യം തന്നു. ചിലപ്പോൾ അതാവാം. നമ്മൾ തമ്മിൽ മുൻപരിചയമൊന്നുമില്ല, പക്ഷേ കുറച്ചു നേരം ഒരാൾ അടുത്തറിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അയാളോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കാം നമുക്ക് അയാൾ കംഫർട്ടാണെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ തുറന്നു പറഞ്ഞു. ആയിക്കോട്ടെ, ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്നിൽ നന്മയുണ്ടെന്ന്. അത് തന്നെ സന്തോഷം. ബാക്കി എല്ലാവർക്കും ഞാൻ കണ്ണി ചോരയില്ലാത്തവൻ, ഹൃദയം കല്ലാക്കിയവൻ, അങ്ങനെയൊക്കെയാ. അല്പം മുന്നേ കണ്ട നീ മാത്രം എന്നിൽ കണ്ടെത്തിയ ഗുണം കൊള്ളാം, നന്മ. മാത്രമല്ല അപരിചിതയായ ഒരു പെൺകുട്ടി. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്നിൽ സുരക്ഷിതത്വം തോന്നുന്നു. അതും ഞാൻ കള്ളു കുടിച്ച് അവളോട് അടുത്ത് ഇടപഴകുന്ന പോലും. അതവളിൽ ഭയം വരുത്തുന്നില്ലെന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ നവമിയെ നോക്കി കാശി. മനുഷ്യന് ഇത്രയേ ഉള്ളൂടോ, നമുക്ക് അവരെ അറിയാൻ കഴിയാതെ പോകുന്നു. ഓരോരുത്തരെ അറിയാൻ ശ്രമിച്ചാൽ തീരാവുന്നേ ഉള്ളൂ എല്ലാം. പക്ഷേ ആർക്കും അതിന് നേരമില്ല. മറ്റാരോ പറഞ്ഞിർത്തിയിലൂടെ മനുഷ്യനെ കാണാനാ ഇന്നെല്ലാവർക്കും ഇഷ്ടം. അതെന്താണെന്ന് മാത്രം എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല കേട്ടോ. കാശി അവളെ നോക്കി പറഞ്ഞു. ആഹാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളയാണോ ഇങ്ങനെ കള്ളും കുടിച്ച്? പാതിയിൽ നിർത്തി നവമി കാശിയെ നോക്കി. അതെ, താൻ പറഞ്ഞ സ്ഥലത്തി. ഞാൻ എവിടെയാ തന്നെ വിടേണ്ടത്? ബുള്ളറ്റിൻ്റെ വേഗം കുറച്ചുകൊണ്ട് കാശി ചോദിച്ച്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ശിവക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞ് ഇടത്തോട്ടുള്ള ടാറിട്ട വഴിയിലൂടെ മുന്നോട്ട് പോയി വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീട്. നവമി മറുപടി കൊടുത്തു. അവിടേക്ക് ഞാൻ വരണോ? അടുത്ത ഇവിടെ ഇറക്കി വിട്ടാൽ പോരെ? എന്തേ, പേടിയുണ്ടോ? എന്നെ കണ്ടിട്ട് നിനക്ക് തോന്നിയോ പേടിയുണ്ടെന്ന്? നിനക്കൊരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. എനിക്കൊരു പ്രശ്നമില്ല, കാശി പോരി, എല്ലാവരെയും പരിചയപ്പെടാമല്ലോ. ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, നീ എന്നുള്ള വിളിയൊക്കെ പെൺകുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. അതറിയില്ല കാശിക്ക്? അതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാ, എനിക്കിഷ്ടമുള്ളവരെ മാത്രം ഞാൻ അങ്ങനെ വിളിക്കാറുള്ളൂ. കുറച്ച് നേരത്തെ മൗനം. ഇതാണോ വീട്? വലിയൊരു പടിപ്പരയുടെ മുന്നിൽ ബുള്ളറ്റ് എത്തിക്കൊണ്ട് കാശി ചോദിച്ചു. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്നതിനോടൊപ്പം നവമി മൂളി. ഇറങ്ങിപ്പോയാൽ പിന്നെന്തിനാ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്? പടിക്കെട്ടുകൾ കയറി മുറ്റത്തേക്ക് കാലുകുത്തിയതും ഉമ്മറക്കോലായിൽ നിന്ന് ആരോ പരിഹാസത്തോടെ ചോദിക്കുന്ന കേട്ട് കാശിയും നവമിയും പരസ്പരം നോക്കി. കയറി വാ, ഇതൊക്കെ ഇവിടെ പതിവാ. കാശിയെ നോക്കി ചിരിച്ചുകൊണ്ട് നവമി പറഞ്ഞു കേട്ട് കാശിയുടെ മുഖത്തൊരൽപ്പം അമ്പരപ്പ് വന്നു. പേടിക്കേണ്ട മാഷേ, എല്ലാം വഴിയെ പറഞ്ഞുതരാന്നേ. അതും പറഞ്ഞ് ഉറച്ച കാൽവെപ്പോടെ നവമി ഉമ്മറക്കോലയിലേക്ക് കയറി. അതെ, വരുന്നവർക്കും പോകുന്നവർക്കും കയറി താമസിക്കാനുള്ള സത്രമൊന്നല്ല ഇത്. ഉമ്മറത്തെ ചാരുകസരയിൽ കാലം നീട്ടി കിടക്കുന്ന ഒരു 50 വയസ്സിനോട് പ്രായം തോന്നിയ ഒരാൾ ഇരുവരെയും നോക്കി പറഞ്ഞു. കാശിക്ക് ആളെ മനസ്സിലായോ? തിരിഞ്ഞ് നവമി കാശിയെ നോക്കി ചോദിച്ചു. നവമിയുടെ ചോദ്യം കാശിയുടെ ഉള്ളും നലിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നവമി കാശി നോക്കി മേലെ കണ്ണിറുക്കി കാണിച്ച്. ഓ, അപ്പൊ ഇനി അഭിനയമാണ് എൻ്റെ ജോലിയല്ലേ? കാശി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അതന്നെ. കാശിയുടെ മനസ്സ് വായിച്ച പോലെ നവമി മറുപടി കൊടുത്തു. ഇതാണ് ശങ്കരമാമ. ആളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ കച്ചകെട്ടി നടക്കുക. ഞാനല്ലാതെ വേറെ ആരെയും മോനെ കൊണ്ട് കെട്ടിക്കില്ലെന്നാ അമ്മാവിൻ്റെ ഒരു ഇത്. ആളുടെ ഭാര്യയ്ക്കും, അതായത് എൻ്റെ അമ്മായിക്കും അതാണ് ഇഷ്ടം കേട്ടോ.
നവമി പറഞ്ഞു കേട്ട് കാശി ഞെട്ടി. തന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് നവമിയെന്ന് കാശിക്ക് മനസ്സിലായി. പിന്നെ ഇതാണ് ഇടയ്ക്കിടെ എന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിക്കുന്ന ഇളയമ്മ ദേവകി. കോലായിൽ സാരി തലപ്പുണ്ട് മുഖം തുടച്ച് നിൽക്കുന്ന 45 വയസ്സ് പ്രായം തോന്നുന്ന സ്ത്രീയെ നോക്കി നവമി പറഞ്ഞു. ഇനിയുണ്ട് കേട്ടോ ഇവിടെ ആളുകൾ. അവരെല്ലാം ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. വാ നമുക്ക് മുറിയിലേക്ക് പോവാം. നവമി കാശിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. നവമിയുടെ പെരുമാറ്റം കണ്ട് കാശി അമ്പരുന്നു. ഇവളിത് എന്ത് ഭാവിച്ച കുരിശാവോ? വേലി കിടന്ന പാമ്പിനെയാണോ ഞാൻ? ഉള്ളിൽ 1000 ചോദ്യങ്ങൾ വന്ന് കാശിക്ക്. എവിടേക്കാ? എന്താ നിന്റെ ഉദ്ദേശം? ഇവനൊക്കെ കൊണ്ട് നീ എങ്ങോട്ടാ ഇടിച്ചു കയറി പോണ്? എന്താ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് കരുതിയോ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ദേവിക അവിടെ കുറുകെ കയറിന്നുകൊണ്ട് ചോദിച്ചു. ഓ അമ്മയോട് ഞാൻ പറയാൻ മറന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മാസം 4 ആയി. ടൗണിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹമൊന്നുമല്ല, പരസ്പരം ഇഷ്ടമായി മാറിയിട്ടു. രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു. പിന്നെ അതൊക്കെ ഇവിടെ പറയാനുള്ള സമയമായില്ല എന്ന് കരുതി ഇത്രയും നാളും മിണ്ടാതിരുന്ന. ഇന്നിപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. എത്ര നാളാണ് നിങ്ങളെ ഒളിച്ചുകൊണ്ട് നടക്കുക? ഏട്ടൻ തന്നെയാ പറഞ്ഞു എല്ലാവരും അറിയട്ടെ. എപ്പോഴായാലും എല്ലാവരും അറിയണ്ടേ? അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന്. ഇനി ഞങ്ങൾക്ക് അകത്തോട്ട് പോവാലോ അല്ലേ? അമ്മായിന്നും വഴിമാറിയേ. ശക്തമായി ശാരദയെ തള്ളി മാറ്റിക്കൊണ്ട് നവമി അകത്തേക്ക് കയറി. ഏട്ടാ വലുതുകാലം വെച്ച് കയറൂട്ടോ. കിളി പോയി നിന്ന കാശി പെട്ടെന്ന് തന്നെ മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് നവമിക്കൊപ്പം അകത്തേക്ക് കയറി. ഏട്ടാ മുകളിലാണ് നമ്മുടെ മുറി, വാ. കാശിയുടെ കയ്യിൽ പിടിച്ച് മരത്തിന്റെ ഗോവണി കയറി നവമി മുന്നേ നടന്നു. കാശി ഒന്നുകൂടെ അവരെ തിരിഞ്ഞു നോക്കി. പിന്നെ ഇടത് കണ്ണെന്ന് ഇറുകിയടച്ച് മുണ്ടെടുത്ത് മടക്കി കുത്തി ഗോവണി കയറി മുകളിലേക്ക് പോയി. ഏട്ടാ ഇവളിതെപ്പോ എന്തൊന്നും മിണ്ടാണ്ടിരുന്നേ? അവൾക്കിണ്ട് 4 പൊട്ടിച്ചൂടായിരുന്നോ? ശാരദ ശങ്കരൻ നോക്കി ചോദിച്ചു. ആഗ്രഹം ഇല്ലായിട്ടല്ല ശാരദേ, നീ അവിടെ കൂടെ വന്നവനെ കണ്ടില്ലേ? കണ്ടാൽ തന്നെ അറിയാം മഹാ തല്ലിപ്പൊളിയാണെന്ന്. നല്ല ആരോഗ്യം. അവന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാലേ പിന്നെ ഈ ജന്മെനിക്ക്. പാതിയിൽ നിർത്തി ശങ്കരൻ ശാരദയെ നോക്കി. പേടിച്ച് അവളുടെ തോന്നിയാസം നടത്തി കൊടുക്കാനാണോ നിങ്ങളുടെ ഭാവം? അല്ലടി ഭാര്യ, നമ്മുടെ മകൻ മുരുകൻ വരട്ടെ. അവൻ രാത്രിയോടെ എത്തുന്ന രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് എന്നിട്ട് തീരുമാനിക്കല്ല. ഞാൻ കുളത്തിൽ പോയി ഒന്ന് മുങ്ങിയേച്ചും വരാം. അതും പറഞ്ഞ് അഴയിൽ കിടന്ന തോർത്തുമുണ്ടെടുത്ത് ശങ്കരൻ പുറത്തേക്ക് ഇറങ്ങി. കിളി പോയ കാശിയുടെ അകത്തേക്ക് കയറിയതും കാശിയുടെ കയ്യിലെ പിടുത്തമിട്ട് വാതിൽ കുറ്റിയിട്ടുകൊണ്ട് നവമി പുൻസിരിയോടെ കാശിയെ നോക്കി ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാ യാതൊരു മുന്നറിയിപ്പില്ല. അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ റിലേ മൊത്തം പോയി എന്നുള്ള സത്യം. അടിച്ചാൽ ഇറങ്ങിപ്പോയോ? ആ അങ്ങനെയും പറയാം. ചിരിച്ചുകൊണ്ട് കാശി മറുപടി പറഞ്ഞു. ഇന്ന് പോണോ കാശിക്ക്? ശബ്ദം വല്ലാതെ നേർത്തിരുന്ന നവമിയുടെ. പിന്നെ പോവാതെ എനിക്കിവിടെ എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ. തന്നെ കണ്ടിട്ട് ഇപ്പോൾ 2 മണിക്കൂർ താഴെ സമയമായിട്ടുള്ളൂ. പക്ഷേ പണ്ടെങ്ങോ എവിടെയോ കണ്ടു പറഞ്ഞ ആരെയെ പോലെ എനിക്ക് ഫീൽ ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ തോന്നലാവാം. ലോകത്ത് എവിടെയും ചിലപ്പോൾ ഇങ്ങനെയും നടക്കില്ല കേട്ടോ. പരസ്പരം അറിയാത്ത 2 പേര്, അതും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും. അതിൽ പെണ്ണിൻ്റെ സമ്മതത്തോടെ അവളുടെ വീട്ടിൽ കയറി ചെല്ലുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ നടക്കുമോ മാഷേ? കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കി നവമി ചോദിച്ചു. പതിവ് ക്ലീശയാണല്ലേ? കാശി പുൻസിരിയോടെ നവമിയോട് ചോദിച്ചു. എന്ത്? സിനിമയിലും കഥയിലൊക്കെ ഉള്ള പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത അത്യാവശ്യം സ്വത്ത് കൈവശമുള്ള പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരും, അതല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കി അവളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന അമ്മാവനും കൂട്ടരും. ഒരു പഴയ തറവാട്ടിലെ അവസാനത്തെ കണ്ണികളുടെ പാതിൽ നിർത്തി കാശി പുൻസിരിയോടെ നവമിയെ നോക്കി. കാശിയുടെ ചിരിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ടെൻഷൻ മാറ്റിയെടുക്കാൻ കഴിയുള്ള ചില പുൻസിരികൾ നമ്മുടെ ഉള്ളറിയുന്ന വേദനയെ പോലും ഒരു പുൻസിരിയിലൂടെ അറിയിച്ചു തരാൻ കഴിയും തൻ്റെ ചിരിക്ക്. താൻ പറഞ്ഞ ഏറെക്കുറെ ശരിയാ. ഏറെക്കുറെയല്ല, പൂർണ്ണമായിട്ടും ശരിയാ. ഇവിടുന്ന് ഇറങ്ങിപ്പോൾ എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയും അച്ഛനും ഉറങ്ങുന്ന മണ്ണാണ്. അവിടെ കണ്ട അമ്മാവനും അമ്മായിക്കും പിന്നെ അവരുടെ മകനും യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ കാണുന്നെല്ലാം എനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അമ്മയും അച്ഛനും മരിച്ചപ്പോൾ ഒറ്റക്കായി പോയ ഒരു 15 വയസ്സുകാരിക്ക് തുണൽക്കാൻ വന്ന അകന്ന ബന്ധത്തിലുള്ളവർ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അവർക്ക് പാതിയിൽ നിർത്തി നവമി. മതി, എല്ലാം മനസ്സിലായി. ഇനി ഇതിൽ എൻ്റെ റോൾ എന്താ? ഒന്നുമില്ല. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒരാൾ എനിക്കുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർക്കിനും തൊടാൻ പേടിയുണ്ടാവും. എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം തനിക്കുണ്ടാവുമെങ്കിൽ ഞാനുണ്ടാവും. പോരെ? മതി. നമുക്കത് അമ്പലത്തിൽ പോയി വന്നാലോ? നവമി ചോദിച്ചു കേട്ട് കാശി ഞെട്ടി. ഡീ, ഞാൻ അടിച്ചു പൂസ. ഈ എന്നെ കൊണ്ട് തന്നെ വേണം അമ്പലത്തിൽ പോവാൻ. എൻ്റെ കൂടെ ചുമ്മാ വന്നാൽ മതി മാഷെ. അമ്പലത്തിൽ കയറേണ്ടെന്നേ. ഈ കോലത്തിലോ? ഈ കോലം തന്നെ മതി. ഈ ലുക്കിൽ മാഷെ കാണാൻ ഒരു ഗ്ലാമറൊക്കെ ഉണ്ട്. ഇങ്ങനെ മതി. വേണേ മുഖമൊന്ന് കഴുകി ഫ്രഷ് ആയിക്കും. അപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ അലമാര തോന്നുന്ന ഡ്രസ്സ് എടുത്ത് നവമി തിരിഞ്ഞടന്നു. ദേ ഓപ്പേ, വിളി കേട്ട് നവമി തിരിഞ്ഞു നോക്കി. സത്യത്തിൽ നിനക്കെന്നെ മുന്നേ അറിയായിരുന്നോ? കാശി മീശമലെ പിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെന്താ മാഷേ അങ്ങനെ ഒരു ചോദ്യം? 2 കൈ എളിക്കുത്തിന്നുകൊണ്ട് നവമി ചോദിച്ചു.
ഡേ, ഇത് നിന്റെ വീട്, നിന്റെ ബെഡ്റൂം. യാതൊരു പരിചയമില്ലാത്ത എന്നെപ്പോലെ കള്ളുടീൻ എങ്ങനെയൊക്കെ എളിയിലെ കുത്ത് ഒന്നുകൂടെ അമർത്തിക്കൊണ്ട് നവമി ചോദിച്ചു. നീ പോയി കുളിച്ചിട്ട് വാ. നോട്ടം വേഗം മാറ്റിക്കൊണ്ട് കാശി മുഖം തിരിച്ചു. മാഷ് ആളെ കിടുവാന്നേ. അതല്ലേ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം മാഷേ. നിങ്ങളുടെ കണ്ണുകളത് പറയുന്നുണ്ട്. പിന്നെ മാഷേ, ഈ കാണുന്ന ധൈര്യമൊക്കെ ചുമ്മാണെന്നേ. എല്ലാം അഭിനയല്ലേ. ഞാൻ വെറും പാവാന്നേ, ഒരു പൊട്ടിപ്പെണ്ണ്. അറിയാൻ ശ്രമിച്ച കാശിക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നേരം വൈകുന്നു, ഞാൻ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് നവമി തിരിഞ്ഞടന്നു. കാശി അവളെ നോക്കി അല്പനേരം നിന്നു. പിന്നെ തിരിഞ്ഞ് മുറിയുടെ പുറത്തേക്ക് നടന്നു. നോക്കിയെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടത്തേക്ക് കാശി തന്റെ നോട്ടം പായിച്ചു. രാത്രി. എന്താണ്, അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം തന്നെ മുഖാകം മാറിയല്ലോ. വല്ലാത്തൊരു വിഷമം പോലെ. മച്ചിൻമുകളിലെ കോലായി പുറത്ത് നിലാവിനെ നോക്കി നിൽക്കുന്ന നവമിയുടെ തൊട്ടടുത്ത് വന്നിരുന്നുകൊണ്ട് കാശി ചോദിച്ചു. ഏയ് ഒന്നുമില്ലെന്നേ. ഓരോന്നിങ്ങനെ ആലോചിച്ച് നിന്നുപോയി. പണ്ടത്തെ കുട്ടിക്കാരൻ, അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്ങനെ എല്ലാവരും ഉള്ളൊരു ലോകം. എന്തൊരു സന്തോഷമായിരുന്നെന്നോ. ഓണായാലും വിഷു ആയാലും എന്നൊരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. നേരത്തെ ശബ്ദത്തിൽ നവമി പറഞ്ഞു. ഇന്നിപ്പോ എന്താ അങ്ങനെ ഒരു ആലോചന? ഇന്നെന്നല്ല, എന്നും അവരെയൊക്കെ ഓർക്കാറുണ്ട്. തനിക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ? അമ്മയായിരുന്നു ഒടുവിൽ എന്നെ വിട്ടുപോയത്. അന്ന് ഞാൻ 10ൽ പരീക്ഷ എഴുതി നിൽക്കുന്ന സമയം. രാവിലെ അമ്മ കറന്നു തന്ന പശുവിന്റെ പാല് തൊട്ടടുത്തുള്ള ഹരിയേട്ടന്റെ കടയിൽ കൊണ്ടുകൊടുത്ത് വരുമ്പോൾ വീട്ടിലെ ആൾക്കൂട്ടം കണ്ട് ഓടി വന്ന് നോക്കുമ്പോൾ അമ്മ ഉമ്മറത്ത് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ ആരോ പറയുന്നു കേട്ടു, അമ്മയെ വിഷം തീണ്ടിന്ന്. തൊട്ടടുത്ത പറമ്പിൽ പശുവിനെ കെട്ടാൻ പോയതാ. അവിടെ വെച്ച് പാമ്പ് കുത്തി. അങ്ങനെ അമ്മയും പോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ നേരം എൻ്റെ കാര്യം എല്ലാവർക്കും ഒരു ബാധ്യതയായിരുന്നു. എല്ലാവർക്കും എൻ്റെ സ്വത്തിൽ കണ്ണുണ്ടായിരുന്നു എന്നുള്ള സത്യം. അങ്ങനെ അകന്ന ബന്ധത്തിലുള്ള ഇവരെന്നെ നോക്കാൻ എല്ലാവരും കൂടി ആലോചിച്ചു. കാരണം ഇവർക്ക് വീടും കുടുംബവും ഇല്ല. വാടക വീട്ടിലാണ് താമസം. എന്നെപ്പോലെ ഒരു പെൺകുട്ടി ഒറ്റക്കാക്കി പോകാൻ വയ്യാത്തതുകൊണ്ട് ഇവരായി എൻ്റെ സംരക്ഷണം. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. ആ നാളിൽ അമ്മയുടെ അച്ഛൻ്റെ വീട്ടുകാർ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയായിരുന്നു. പിന്നെ ഇവരവരെന്തൊക്കെയോ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. 1-2 കേസും കൊടുത്തു അമ്മ വീട്ടുകാർക്കെതിരെ. അതോടെ നാണക്കേട് ഭയന്ന് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. ഇവർക്ക് വേണ്ടിയിരുന്ന ഇതായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പോയി. ശങ്കരമാമയുടെ മകനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ പ്ലാനിട്ട് തുടങ്ങിയവർ. അതിന് ഞാൻ ഒരുക്കല്ലായിരുന്നു. 1-2 വട്ടം എന്നെ ഭീഷണിപ്പെടുത്തി 1-2 പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചു. ദൂരെയുള്ള വീടും പറമ്പുമായിരുന്നതെന്ന് പിന്നീട് ഒരുപാട് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഉപദ്രവം കൂടിയപ്പോൾ ഞാൻ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ഒരു ദിവസം സൈകിട്ട് ഞാൻ അമ്മാവിൻ്റെ കാല് തല്ലി ഒടിച്ച്, അമ്മായിയുടെ തലയും. രണ്ടും അവർ നല്ല ഉറക്കത്തിലായിരുന്ന നേരമാണ്. അതോടെ ഉപദ്രവത്തിന് കുറവ് വന്നു. ഇനി എന്തെങ്കിലും ചെയ്താൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്നും പറഞ്ഞു. ഇതിനൊരു ഡിഗ്രി കഴിഞ്ഞ് PSC എഴുതിയെടുത്തു. ഒറ്റക്കായി പോയൊരു പെണ്ണിൻ്റെ അതിജീവനം വലിയ പാഠമാഷേ. അവരിവിടുന്ന് ഇത്രയും നാൾ പറഞ്ഞുവിടാത്ത ക്രൂരന്മാരാണെങ്കിലും 4 മുമ്പിൽ ഒറ്റക്കല്ലല്ലോ എന്ന് ആളുകൾ പറയൂലോ എന്ന് കരുതിയ. പക്ഷെ ഇപ്പോൾ കുറച്ചായി തീരെ സഹിക്കാൻ പറ്റുള്ള മാഷേ. അമ്മാവനും മോനും ഇപ്പോൾ എൻ്റെ ശരീരം കൂടി ആഗ്രഹിച്ചു തുടങ്ങി. അമ്മായി അതിന് മൗനമായി അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പറ്റണില്ല മാഷേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ മാഷിനോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അറിയില്ല, എന്തോ എല്ലാം പെയ്തൊഴിഞ്ഞു പോയ പോലെ. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യാം. കാശി ഇരുകൈകളും മരത്തിൻ്റെ കൈവരിയിൽ കുത്തിന്നുകൊണ്ട് നവമിയെ നോക്കി ചോദിച്ച്. അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഷിനെ ഞാൻ മുന്നേ എപ്പോഴോ കണ്ടിരുന്നു എന്ന്, അറിഞ്ഞിരുന്നു എന്ന്. പക്ഷേ എവിടെ, എങ്ങനെ, എപ്പോന്ന്? പാതി വഴി നിർത്തി നവമി. നാളെ ഞാൻ പോയാൽ? കാശി പതിയെ ചോദിച്ചു. മാഷിനോട് പോവരുതെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മാഷിൻ്റെ ആരാ? വഴിയിൽ എവിടെയോ കണ്ടു. എന്നെ സഹായിക്കാൻ ഞാൻ പോലും ആവശ്യപ്പെടാതെ. എനിക്കറിയില്ല മാഷിനെ. എന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ ഞാൻ അറിയുന്നു. എന്നെ ഒന്ന് രക്ഷിച്ചൂടെ മാഷെ ഇവരിൽ നിന്നും? വിതുമ്പിയ ശബ്ദം കാശിയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. എന്നെക്കുറിച്ച് എന്തറിയാം ഇയാൾക്ക്? ഇത്രയും നേരമായിട്ട് എനിക്ക് ഇയാളുടെ പേര് പോലും അറിയില്ല. എന്നോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ അറിയില്ല ഞാൻ എന്താ പറയേണ്ടതെന്ന്. ഇരു കൈയും കെട്ടി നവമിയെ നോക്കി കാശി പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ മുഖം വാടി. എന്താ ഇയാളുടെ പേര്? ഇത്രയും നേരമായിട്ട് ഞാനത് ചോദിച്ചിട്ടില്ല. താനാണെങ്കിലും പറഞ്ഞുമില്ല. നവമി. ഡോ. കാശിയുടെ വിളി കേട്ട് നവമി പ്രതീക്ഷയോടെ കാശിയെ നോക്കി. ഓർമ്മ വയ്ക്കും മുമ്പേ അച്ഛനെ നഷ്ടപ്പെട്ടു. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മയും ആരുടെയോ കൂടെ പോയി. പിന്നീടുള്ള കാലത്രയും അമ്മയുടെ ചേട്ടൻ്റെ തണലായിരുന്നു ജീവിതം. അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ. ഈ ഇരിക്കുന്ന നിമിഷം വരെ എനിക്കതിൽ വിഷമമില്ല. അമ്മക്ക് അമ്മയോട് ജീവിതത്തോട് കൊതിയുണ്ടായിരിക്കാം. അതുണ്ടാവില്ലോ എന്നെ ഉറക്കി കിടത്തിയിട്ട് ഒരു പാതിരാത്രി ആരുടെ കൂടെ ഇറങ്ങിപ്പോയത്. പിന്നീടുള്ള ദിനങ്ങൾ ഓർക്കാൻ കൂടി വയ്യ എനിക്ക്. അമ്മാവിൻ്റെ അമ്മായിയുടെയും ക്രൂരമായ പീഡനം. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. അതിൽ ഉഴുതുമറിക്കുന്ന പോത്തുകളെ കുളിപ്പിക്കലായിരുന്നു 8 വയസ്സ് മുതൽ എൻ്റെ ജോലി. പഠിക്കാൻ വലിയ കൊതിയായിരുന്നു.
എൻ്റെ സങ്കടമെല്ലാം മാറുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴായിരുന്നു. അക്ഷരങ്ങളോടും ടീച്ചർമാരോടൊപ്പമൊക്കെ കൂടുന്ന കുറേ മണിക്കൂറുകളായിരുന്നു ഇന്നും എന്നും ഓർമ്മയിൽ. സ്കൂളിൽ നിന്ന് തിരികെ ചെന്ന് അടുക്കളപ്പുറത്തെ കോലായിൽ വക്കുപൊട്ടിയ കപ്പിൽ കുറച്ച് കട്ടൻ കാപ്പിയും ഞെളുങ്ങിയ പാത്രത്തിൽ കപ്പയും കൊണ്ട് വെച്ച് തരും. അത് ആർത്തിയോടെ കഴിച്ച് പാടത്തേക്ക് പോകണം. പോത്തിനെയൊക്കെ കുളിപ്പിച്ച് രാത്രിയാകുമ്പോൾ കയറി വരും. വന്നപാടെ കുളി കഴിഞ്ഞ് അടുക്കളക്കോലായിൽ ചെന്നിരിക്കും. ആരുടെയോ ഔദാര്യം പോലെ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവച്ച് തരും. അതും കഴിച്ച് ചായപ്പിൽ കീറിയ പുൽപ്പായിൽ കിടന്ന് തളർന്നുറങ്ങും. ഒരു ദിവസം സ്കൂൾ വിട്ട് കുട്ടികളോടൊപ്പം കളിച്ചു നിന്ന് വരാൻ നേരം വൈകി. വന്നപാടെ അമ്മാവൻ എൻ്റെ കയ്യിൽ നിന്നും പുസ്തക സഞ്ചി വലിച്ച് പാടത്തെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പുസ്തകം മുഴുവൻ തോട്ടിലൂടെ ഒഴുകിപ്പോയി. അന്ന് എന്നെ പൊതിര തള്ളി. അടി കൊണ്ടൊന്നും എനിക്ക് വേദനിച്ചില്ല. എൻ്റെ വേദന മുഴുവൻ എൻ്റെ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടതിലായിരുന്നു. പിറ്റേന്ന് എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ ഇറങ്ങി. അമ്മാവൻ തടഞ്ഞു. ഇനി എന്നോട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. വർഷങ്ങളായി അടങ്ങിക്കിടന്ന ദേഷ്യം ഞാൻ അമ്മാവനെ ആദ്യമായിട്ട് എതിർത്ത് പറഞ്ഞു. എനിക്ക് പഠിക്കാൻ പോകണം. പോയി വന്നിട്ട് ഞാൻ ജോലികളെല്ലാം തീർത്തുകൊള്ളാന്ന്. പഠിക്കാൻ പോകുന്ന എനിക്ക് പുസ്തകങ്ങൾ എവിടെ? അതില്ല, നീ എങ്ങനെ പഠിക്കും? അതൊക്കെ ഞാൻ പഠിച്ചോളാം. കൂടുതലൊന്നും പറയാൻ ഞാൻ ഇറങ്ങി നടന്നു. 10ാം ക്ലാസ്സിലാണ് കേട്ടോ ഞാനന്ന്. സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഇന്ന് നമ്മളൊരു കടയിൽ വെള്ളം കുടിച്ചില്ലേ, ആ കടയിലെ ചേച്ചി സീത. ഞാൻ നേരെ ആ ചേച്ചിയോട് പോയി എല്ലാം പറഞ്ഞു. ഒരുപാട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. സീതമ്മ എന്നെ ചേർത്ത് പിടിച്ച് നേരെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. മലയാളം പഠിപ്പിക്കുന്ന ഭാരതി ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോയി. ടീച്ചറോട് ഉണ്ടായതെല്ലാം പറഞ്ഞു. ടീച്ചർ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങി തന്നു. കൂട്ടുകാരെല്ലാവരും എനിക്ക് നോട്ട് എഴുതി തന്നു. അന്ന് എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം ചെറുതല്ല. അന്നു മുതൽ ഞാൻ പുസ്തകങ്ങൾ സ്കൂളിലെ കഞ്ഞിപ്പുരയിലായിരുന്നു സൂക്ഷിച്ചത്. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് എന്നെയും കാത്ത അമ്മാവൻ വലിയ പുളിവാറിലുമായിട്ട് പടിപ്പുരയിൽ നിൽപ്പുണ്ടായിരുന്നു. പടിപ്പുര കടന്നു വടി കൊണ്ട് എന്നെ പൊതിരെ തല്ലാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ് ഞാൻ താഴെ വീണുരുണ്ട്. ചത്തുപോകുമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ താഴെ കിടന്നൊരു വലിയ കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട അമ്മാവൻ ഞെട്ടി. ഇനി എന്നെ അടിച്ചാൽ ഞാൻ തലയിടിച്ച് പൊളിക്കുമെന്ന് എൻ്റെ മുഖഭാവം കൊണ്ട് അമ്മാവനും മനസ്സിലായി. ഒന്നും മിണ്ടാതെ വടി താഴെയിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. അമ്മാവൻ്റെ പുറകെ ഞാനും കയറി ചെന്നു. സാധാരണ ഞാൻ പിന്നാമ്പുറത്ത് കൂടി അകത്തേക്ക് കയറാറുള്ളൂ. പക്ഷേ അന്നു മുതൽ ഞാൻ ഉമ്മറക്കോലയുടെ അകത്തേക്ക് കയറാൻ തുടങ്ങി. കുളിച്ചു വന്ന ഹാളിലെ മേശയിൽ മൂടി വെച്ചിരുന്ന പലഹാരങ്ങളെടുത്ത് കഴിച്ചു. ഗ്ലാസ്സിൽ അമ്മാവൻ്റെ മക്കൾക്ക് പകർത്തി വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു. എന്നെ ആരും എതിർത്തില്ല. അതായിരുന്നു തുടക്കം, അതിജീവനത്തിൻ്റെ തുടക്കം. 10ാം ക്ലാസ്സിലെ ഡിസ്റ്റിങ്ഷനോട് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. എന്നോടൊപ്പം പഠിച്ച അമ്മാവൻ്റെ മകൻ തോറ്റു. റിസൾട്ട് വന്ന അന്ന് രാത്രി എന്നെ അമ്മാവൻ ഉമ്മറക്കോലയിലേക്ക് വിളിപ്പിച്ചു. മടിച്ച് ഞാൻ ചെന്നു. ചാരുകസയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. കുറച്ചു നേരം എന്നെ നോക്കി നിന്നു. ആ കണ്ണുകൾ നിറയുന്നതായി എനിക്ക് തോന്നി. എന്നെ അമ്മാവൻ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ എൻ്റെ മുടിയിൽ തഴുകി. മിടുക്കനാ നീ, പഠിക്കണം, വലിയ ആളാവണം. നെറ്റിയിൽ ചുണ്ടമർത്തി അമ്മാവനത് പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വാത്സല്യം, കരുതൽ എല്ലാം അറിയായിരുന്നു ഞാൻ. പിന്നീട് പ്രീ ഡിഗ്രി ടൗണിലെ കോളേജിലായിരുന്നു. അവിടെയും നല്ല മാർക്കോടെ ജയിച്ചു. ഡിഗ്രി എഴുതിയെടുത്തു, അതും നല്ല മാർക്കോടെ. അതിനൊപ്പം തന്നെ ഡ്രൈവിംഗ് പഠിച്ചു. കൂട്ടുകാരന്മാരുടെ കൂടെ ലോഡുമായി നാടുവിട്ട് യാത്ര തുടങ്ങിയപ്പോൾ സ്വഭാവം മാറി തുടങ്ങി. ജോലിയുടെ ഭാഗമായുള്ള തല്ലും വഴക്കം അത് ജീവിതത്തിൽ വല്ലാത്ത മാറ്റം കൊണ്ടുവന്ന് തുടങ്ങി. തല്ലിപ്പൊളി സ്വഭാവത്തിൻ്റെ ഉള്ളിൽ പോലീസ് കേസും ജയിലൊക്കെയായി. പതിയെ ഞാൻ അമ്മാവിൻ്റെ അടുത്ത് നകന്നു. മനഃപൂർവ്വമല്ല, അമ്മാവിനൊരു മോൾ കൂടിയുണ്ട്. അവൾക്ക് നല്ല ആലോചനകൾ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നെപ്പോലൊരു തെമ്മാടി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ ഭാവി ഇരുട്ടില്ലാവും. എല്ലാവർക്കും അറിയാം, നിയന്ത്രിക്കാൻ ആളില്ലാതെ വന്ന ചരട് പൊട്ടിയ പട്ടം പോലെയുള്ള ജീവിതമുണ്ട്. മുന്നോട്ട് എന്താണെന്ന് അറിയാൻ കഴിയാതെ കാറ്റിനോട് ചേർന്ന് പറന്നു പോകുന്ന ജീവിതങ്ങൾ. അങ്ങനെയുള്ള പട്ടമായി പാറി നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ തന്നെ വേണം നിനക്ക്? ഒറ്റക്കായി പോകുന്നതിൻ്റെ വേദന അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം മാഷേ. ഇത്രകാലവും ഞാൻ അനുഭവിച്ച അതൊക്കെ തന്നെയാണ്. ഇന്ന് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ആരെങ്കിലും വിളിക്കാനുണ്ടായിരുന്നില്ലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. കഴുകൻ കണ്ണുകളുമായി കൊത്തിക്കീറാൻ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. എന്നെ ഒറ്റക്കാക്കി കളിച്ച് രസിച്ച് മതിയായില്ലേ, എന്തിനാ ഇങ്ങനെ മറഞ്ഞിരുന്ന് ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കും മുന്നേ മാഷ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചുണ്ടിൽ കത്തിച്ച് വെച്ച സിഗരറ്റിൻ്റെ പുക പുറത്തേക്ക് ഊതുമ്പോൾ ചുണ്ടിൽ വിടർന്ന പുഞ്ചിരി അത് ഉള്ളിലെവിടെയോ കൊണ്ട് കൊള്ളുന്നുണ്ടായിരുന്നു. അടിവയറിൽ എവിടെയോ ഒരു പിടച്ചിലുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് പിന്നീട് കാശിയുടെ വാക്കിൽ നിന്നായിരുന്നു. ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. മുമ്പെന്നും എന്നോട് ഒരുപാട് പരിചയമുള്ള പോലെ എന്നോട് പെരുമാറുന്നു. എനിക്കറിയില്ല മാഷേ, നിങ്ങൾ പറഞ്ഞതിലൂടെ അല്ലാതെ എനിക്ക് നിങ്ങൾ അറിയുക പോലുമില്ല. പക്ഷെ എന്തോ നിങ്ങളിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുന്നു. അതിനെ എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് എനിക്കറിയില്ല. കൈവിട്ട് കളയാൻ തോന്നുന്നില്ല.
അത് ഉള്ളിലിരുന്ന് 1000 വട്ടം പറയുന്ന പോലെ തോന്നുന്നു. കാണുന്ന മാത്രയിൽ തന്നെ ഒരാളുടെ ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ആരാധന തോന്നുക, അതല്ലെങ്കിൽ അതിനെല്ലാം മേലെ അറിയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തോ. ഞാൻ പാതിയിൽ നിർത്തി നാമി കാശിയെ നോക്കി. നിനക്ക് ഭ്രാന്തവണ്ണേ, അല്ലാതെ ഞാനെന്താ പറയാ? വഴിയിൽ എവിടെയോ കണ്ട് മാത്രം പരിചയമുള്ള എന്നെങ്ങനെ വിശ്വസിച്ച് കൂടുതൽക്കും നിന്നോട് ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയാ? നിനക്കെൻ്റെ മുമ്പിൽ വരാതെ പോയിക്കൂടായിരുന്നു. എന്തിനാ നീ എൻ്റെ മുമ്പിൽ വന്ന്? ഒറ്റയ്ക്ക് ഞാൻ എവിടെയും ജീവിക്കായിരുന്നില്ലേ? ശരിയാ, എനിക്കാരുമില്ല, ഞാൻ എന്നും ഒറ്റയ്ക്ക്. നാമി പതിയെ പറഞ്ഞു. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ? കാശി ചോദിച്ചു കേട്ട് നാമി മുഖമുയർത്തി നോക്കി. എന്നോട് ഇങ്ങനൊരു ഇഷ്ടം വരാൻ എന്താ കാരണം? അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രം എന്നിൽ എന്ത് ഗുണമാണ് നീ കണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക് നീ. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഒറ്റക്കായി പോയൊരു പെണ്ണിനെ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആൺതുണ കിട്ടിയപ്പോൾ അത് കൊള്ളരുതാത്താണോ നല്ലതാണോ എന്നറിയാൻ കഴിയാതെ പോകുന്നു. അവളുടെ നിവൃത്തിയുടെ കൊണ്ട് മാത്രം. അവൾക്ക് മാത്രമേ അവളുടെ ശരികൾ അറിയൂ. കാണുന്നവർക്ക് അവളുടെ ശരികൾ ഒരിക്കലും അംഗീകരിച്ചുവിടാൻ കഴിയാത്ത തെറ്റുകളാവാം. പക്ഷേ അവളുടെ ശരി, അതിലവൾ വലിയൊരു സത്യം കാണുന്നുണ്ടാവാം. അവൾക്ക് മാത്രം അറിയുന്ന സത്യം. അതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കാൻ അവൾക്കറിയില്ല. കാരണം അവൾ ജീവിതത്തോടാണ് പടവരുതുന്നത്. മറ്റാരെക്കാളും അത് അവൾക്ക് മാത്രമേ അറിയൂ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അതാണ് സത്യം. നീ പറയുന്നതെല്ലാം സത്യമാണ്. ചിലപ്പോൾ ഇന്നൊരു ദിവസം ഇരുട്ടി വിളിക്കുമ്പോൾ നിനക്ക് മുന്നിൽ വേറെ ലോകമാണ് തുറക്കുന്നെങ്കിൽ ആ ലോകം ഞാൻ നിനക്കായി നൽകാം. പക്ഷേ അത് നിനക്കുള്ള സംരക്ഷണം മാത്രമാണ്. കാശി പറഞ്ഞു തീരും മുമ്പേ മുറ്റത്തൊരു കാറ് വന്ന് നിന്നു. കാറിൽ നിന്ന് ഡോർ വന്ന് മുരുകൻ പുറത്തേക്ക് ഇറങ്ങി. മോനെ, അവളിതാ ഒരു നേരം മുകളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മുരുകൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ദേവിക്ക് മുരുകനോട് പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. എവിടെ അവര്? മുകളിലുണ്ടോ? അവളുടെ റൂമിലുണ്ട്, ശാരദ പറഞ്ഞു. ആരും ഇങ്ങോട്ട് കയറി വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരാം. മുകളിൽ നിന്നോട് കാശി പറഞ്ഞു കേട്ട് മുരുകൻ മുകളിലേക്ക് നോക്കി. കോണിപ്പടി ഇറങ്ങി വരുന്ന കാശിയെയും നാമിയെയും മുരുകൻ നോക്കി. ഈ ദമ്മാടിയാണോടി നീ കല്യാണം കഴിച്ച്? വരാന്തയിൽ വന്നിരുന്ന കാശി നോക്കി മുരുകൻ നവമിയോട് ചോദിച്ചു. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നവമിയുടെ ശബ്ദം കനത്തു. ഓ, നിനക്ക് നൊന്തോ ഇവനെ പറഞ്ഞപ്പോ? നോവും, അതിന്റെ കാര്യകാരണങ്ങൾ എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല. ആഹാ, നീ ആളാകെങ്ങ് മാറിയല്ലോ. ആണൊരുത്തൻ കൂടെ വന്നപ്പോ മനസ്സിലായല്ലോ ആണൊരുത്തിനെ ഞാൻ കണ്ടുപിടിച്ചെന്ന്. പുച്ഛം നിറഞ്ഞ ചിരിയോടെ നാമി മുരുകനെ നോക്കി. നീ എന്റെ നേരെ നിന്ന് തർക്കുത്തരം പറയാറായോ? കൈ ഉയർത്തിക്കൊണ്ട് മുരുകൻ നാമിയുടെ നേർക്ക് വന്നു. ഏയ്, കയ്യാങ്കളി വേണ്ട. ഇപ്പൊ എന്താ മോന്റെ പ്രശ്നം? ഞാനിവളെ കല്യാണം കഴിച്ചാണോ? നവമിയുടെ മുന്നിൽ കയറുന്ന കാശി മുരുകൻ നോക്കി ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാടാ? മുരുകൻ കാശിയെ പിടിച്ച് തള്ളിക്കൊണ്ട് ചോദിച്ചു. ദേ മോനെ, ഈ ദേഹം നല്ലപോലെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഞാനാണ്. എൻ്റെ ദേഹത്ത് കൈവെക്കുമ്പോൾ എന്നോട് ചോദിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? മുണ്ടെടുത്ത് വളച്ചുകുത്തി മീശൽ മേലെ തലോടിക്കൊണ്ട് കാശി ചോദിച്ചു. എന്താടാ, പീഡിപ്പിക്കണോ നീ? കാശി ഒന്നുകൂടെ പിടിച്ചള്ളി മുരുകൻ. എന്താ ചെയ്യ? നീ എന്നെ ഒന്ന് വാങ്ങിച്ചിട്ടേ പോകുന്നു വെച്ചാ ഞാൻ എന്നാ ചെയ്യാനാ? പറഞ്ഞിരുന്നും കാശിയുടെ വലത് കൈ മുരുകന്റെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. മുരുകൻ നെഞ്ചിൽ കൈവച്ച് താഴേക്കിരുന്നു. അപ്പൊ ഇനി കാര്യത്തിലേക്ക് വരാം. കാശി മുട്ടൂത്തി മുരുകന്റെ അടുത്തിരുന്നു. അതായത് ഇന്ന് വരെ ഉണ്ടായതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു. നിങ്ങൾ ഇവളെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിച്ച വീടും പറമ്പുണ്ടല്ലോ, അവിടേക്ക് താമസം മാറ്റണമെല്ലാം ഇന്ന് തന്നെ. പോലീസിൽ പോയി പരാതി കൊടുത്ത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് അതെല്ലാം എഴുതി വാങ്ങിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അറിയാതെയല്ല. ഇത്രയും നാൾ ഇവളെ നോക്കിയുള്ളൊരു നോക്കൂലിയായിട്ട് ഞങ്ങളത് നിങ്ങൾക്ക് തരുക. അതുകൊണ്ട് എല്ലാം എത്രയും പെട്ടെന്ന് കൂടും കെടുക്കരുത്ത് പോയേക്കണം. പറഞ്ഞേട്ടല്ലോ? അത് പറയാൻ നീ ആരടാ നായേ? മുരുകൻ ചാടി എഴുന്നേറ്റ് കാശിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. കാശി ദൂരേക്ക് തെറിച്ചു വീണു. നിങ്ങൾ ഇവിടെ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട പാച്ചക്ക് തീർക്കും ഞാൻ രണ്ടിനെയും. കാശിയെയും നവമിയെയും ചൂണ്ടി മുരുകൻ പറഞ്ഞു. പറഞ്ഞത് കേട്ടോടാ. അതും പറഞ്ഞ് മുരുകൻ കാശിയുടെ നെഞ്ചിലേക്ക് വലതുകാൽ ഉയർത്തി. കാശി നിലത്ത് കിടന്ന് ഉരുണ്ട് മാറി. ഇരു കൈയും കഴുത്തിന് പിറകിലൂടെ തലയിൽ കുത്തി ചാടി എഴുന്നേറ്റു. ഒന്ന് മലക്കം പറഞ്ഞ് ഇടതുകാൽ കൊണ്ട് മുരുകന്റെ കഴുത്തിൽ ചവിട്ടി. ഓർക്കാപ്പുറത്തുള്ള അടിയായതുകൊണ്ട് മുരുകൻ പുറകിലേക്ക് വേയിച്ചു പോയി. 1-2 നിമിഷം കൊണ്ട് മുരുകൻ പൂർവ്വനിലയിലെത്തി. അലറിക്കൊണ്ട് മുരുകൻ കാശിയുടെ നേർക്ക് മുഷ്ടിയിട്ടിക്കൊണ്ട് പാഞ്ഞെടുത്തു. കാശി വലതുകാൽ പുറകിലേക്ക് നീട്ടി. വലതുകൈ തറയിൽ കുത്തിയൊന്ന് കുനിഞ്ഞു നിവർന്നു. ആ നിമിഷം തന്നെ മുരുകന്റെ വലതുകൈ കാശിയുടെ മുട്ടുകാലിന്റെ ഇടയിൽ പൂട്ടിട്ട പോലെ ഇരുന്നു. കാശി മുട്ടുകാലം തിരിച്ചു. മുരുകന്റെ കൈ കാശിയുടെ മുട്ടുകാലിന്റെ ഇടയിൽ കിടന്ന് അമർന്നു. അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നു.
മുരുകൻ അലറി വിളിച്ചു. കാശി ഒന്ന് വായുവിൽ ഉയർന്നു പൊങ്ങി താഴ്ന്നു. വലതു മുട്ടുകാൽ കൊണ്ട് മുരുകന്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു. മുരുകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇരു കൈ കൊണ്ട് എടുത്തുയർത്തി വായുവിൽ വട്ടം കറക്കി താഴേക്ക് ഇട്ടു. താഴേക്ക് വരുന്നതിനോടൊപ്പം മുരുകന്റെ നെഞ്ചിലേക്ക് ഇടത് മുട്ടുകാൽ കൊണ്ട് ശക്തമായി ഇടിച്ചു. മുരുകൻ തെറിച്ച് മുറ്റത്തേക്ക് വീണു. കോലായിൽ നിന്നും കാശി മുറ്റത്തേക്ക് ചാടി. മുരുകൻ വീണ്ടും പിടിച്ചുയർത്തി കുനിച്ചിരുത്തി. മുരുകന്റെ നടുവിന് മുട്ടുകൈ കൊണ്ട് ശക്തമായി ഇടിച്ചു. ഇടത് കക്ഷത്തിനിടയിൽ മുരുകന്റെ കഴുത്ത് ഞെരിഞ്ഞമർന്നു. കാശി ഒന്നുകൂടെ കഴുത്ത് പിടിച്ച് തിരിച്ചു. മുട്ടുകാൽ കൊണ്ട് മുരുകന്റെ വയറ്റിൽ ആഞ്ഞിടിച്ചു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര പുറത്തേക്ക് ചീറ്റി. മുരുകൻ മുറ്റത്തെ മണ്ണിലേക്ക് തളർന്നു വീണു. അപ്പോ ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. എല്ലാം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണം. നാളെ പുലരുമ്പോ ഒരെണ്ണം പോലും ഇവിടെ ഉണ്ടാവരുത്. എല്ലാവരെയും നോക്കി കാശി പറഞ്ഞു. വാടി ഭാര്യ, ഇവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും വിളപ്പിത്ത, നല്ല വിശപ്പുണ്ട്. നാമിയെ നോക്കി പറഞ്ഞുകൊണ്ട് കാശി അകത്തേക്ക് നടന്നു. ശങ്കരനും ശാരദയും മുറ്റത്തേക്ക് ഓടിയിറങ്ങി മുരുകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിനക്ക് ഒന്ന് രണ്ടുപേരെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഇങ്ങനെ ഒറ്റയ്ക്കിടന്ന് തല്ലു വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ശാരദ മുരുകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തോ നോക്കി നിൽക്കോ മനുഷ്യ, കയ്യിൽ കിട്ടുന്നെല്ലാം പെറുക്കിയെടുത്തോ. ഇല്ലേലേ ഇവനിനി നമ്മളിങ്ങനെ പഞ്ഞിക്കിടും. ശാരദ ശങ്കരൻ നോക്കി പറഞ്ഞു. ശങ്കരമേ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. ഓനെ നല്ലപോലെ കിട്ടിയല്ലേ, ഒരു മയമില്ലാത്തവനാ. ഒന്ന് ആലോചിച്ചവനെ കൈവച്ചാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? ശാരദ താടി കൈ കൊടുത്തിരുന്നുകൊണ്ട് മുരുകനെ നോക്കി ചോദിച്ചു. മുരുകൻ വീണ്ടും മണ്ണിലേക്ക് തളർന്നു വീണു. അല്പനേരത്തിന് ശേഷം അമ്മയോട് ദേഷ്യമുണ്ടോ? കിടക്കവിരി മാറ്റി വിരിച്ച് തിരിഞ്ഞുകൊണ്ട് നാമി ചോദിച്ചു. എന്തിനാ ദേഷ്യം? അമ്മ ചെയ്തത് ശരിയല്ലേ? അമ്മക്കൊരു ജീവിതം അമ്മ ആഗ്രഹിച്ചു കാണും. അതല്ലേ അമ്മ അങ്ങനെ പോയത്. അമ്മ ഓർത്ത് കാണും ഞാനൊരാണല്ലേ, എങ്ങനെയെങ്കിലും ജീവിക്കുമെന്ന്. നേർത്തിരുന്നു കാശിയുടെ ശബ്ദം. 18 വയസ്സായപ്പോൾ ടൗണിലെ ബാങ്കിലെ മാനേജർ എന്നെ കാണാൻ വന്നു. എനിക്കൊരു പാസ്ബുക്ക് തന്നു. എൻ്റെ പേരിൽ അമ്മ ഒരുപാട് തുക ഇടാറുണ്ടായിരുന്നെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. പുറത്തേതോ രാജ്യത്തായിരുന്നു അമ്മ. ഇടയ്ക്ക് ഞാനറിയാതെ എന്നെ വന്ന് കണ്ടു പോവാറുണ്ടായിരുന്നെന്ന് ആ മാനേജർ എന്നോട് പറഞ്ഞപ്പോൾ അറിയാതെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒരിക്കൽ പോലും എന്നെ കാണാതെ എങ്ങനെ അകലെന്ന് കണ്ടുമടങ്ങാൻ അമ്മക്ക് കഴിഞ്ഞെന്ന് ഓർക്കുമ്പോൾ അറിയില്ല, ഉള്ളിലെവിടെ ഒരു നീറ്റിലുണ്ടാവുമായിരുന്നു. അതിൽ നിന്നൊരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അച്ഛൻ്റെ സ്വത്ത് ഭാഗം വെച്ചപ്പോഴും എനിക്കായി ഒരുപാട് മാറ്റിവെച്ചിരുന്നു. അമ്മാവന് എപ്പോഴും എനിക്ക് സ്വത്തുക്കൾ എഴുതി വെച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും പുറകെ പോയില്ല. എനിക്കെന്തോ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കുള്ളത് നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്, അത് മതിയെന്നൊരു തോന്നലാ അന്നും ഇന്നും. അതുകൊണ്ട് എനിക്കാരോടൊരു പരാതിയില്ല. കാശി പറഞ്ഞു നിർത്തി. എന്നോട് ദേഷ്യമുണ്ടോ മാഷിന്? എന്തിനാ ദേഷ്യം? അല്ല, ഇങ്ങനെ കുരിശ് പോലെ കൂടെ കൂടിയല്ല ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാ. കുരിശാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്നു. നിന്നെ അങ്ങനെ ആ വഴി കണ്ടുമുട്ടാനും എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നേ. എന്ത് കാരണം? കുസൃതി തിരിഞ്ഞ ശബ്ദത്തിൽ നാമി ചോദിച്ചു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ നിനക്കൊരു മോചനം, ചിലപ്പോൾ അതാവാം. എന്നിട്ട് എന്നെ ഒറ്റക്കാക്കി പോകുന്നല്ല പറയുന്നു ഇപ്പോഴും. നാമിയുടെ ശബ്ദം നേർത്തു. അങ്ങനെ ഇട്ടെറിഞ്ഞു പോകുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ കഴിയുമല്ലോ എനിക്ക്. അതെനിക്ക് ഇതിനോട് പ്രേമമായതുകൊണ്ടൊന്നല്ല. പ്രേമമായാലും കുഴപ്പമൊന്നുമില്ല. നാമി പെറുവിർത്തു. എന്തോന്ന്? എന്താ കിടന്ന് പെറുവിർക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയുന്ന വല്ല മാജിക് ഉണ്ടായിരുന്നെങ്കിൽ മാഷിൻ്റെ മനസ്സൊന്ന് വായിച്ചെടുക്കായിരുന്നു. ഡേ, നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അബദ്ധമായി നിനക്കെന്നെ തോന്നും. എന്തിനാ ചുമ്മാ? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ മാഷിനെ. നാമിയുടെ എടുത്തടിച്ചുള്ള ചോദ്യം കേട്ട് കാശിയൊന്ന് പതറി. നിനക്ക് ഭ്രാന്താണോടി? നിങ്ങൾക്ക് എന്തറിയാം മനുഷ്യ? ചുമ്മാ കുറേ കുടിക്കണം, വലിക്കണം, തല്ലുണ്ടാക്കണം. അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയോ? ഇപ്പം എന്നെ കൂടി കൂടെ കൂട്ടി എന്താ കുഴപ്പം? ഓ, അപ്പം പിന്നെ ഇങ്ങനെ കയറൂരി വിട്ടുള്ള സ്വഭാവം നടക്കില്ലല്ലോ. ഡീഡി മതി, നിർത്തിക്കേ. ഇല്ല, നിർത്തില്ല. നിങ്ങളെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി അടിച്ചിട്ട് ഈ നാമിക്ക് ഇനി വിശ്രമമുള്ളൂ. നിങ്ങൾക്കും ആരുമില്ല, എനിക്കാരുമില്ല. മര്യാദയ്ക്ക് എന്നെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിക്കോ. ഇല്ലേ? പാതിവെളിൽ നിർത്തി നാമിക്ക് ഇതപ്പോടെ കാശി നോക്കി. ഡേ, ഇന്ന് ഒരു ദിവസമല്ലായുള്ളൂ, അതിനുള്ളിൽ എങ്ങനെ? എന്തേ, നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോ? മുന്നിലുള്ള നോട്ടം കൊണ്ട് നാമി കാശിയെ നോക്കി. ഉണ്ടെങ്കിൽ? കാശിയുടെ മറുപടി കേട്ട് നാമിയുടെ ഉള്ളൊന്ന് പിടച്ചു. പിന്നെ നിങ്ങളെപ്പോഴുള്ള ഒരാണെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? നിന്നെപ്പോലുള്ള വേറെ പെണ്ണുകളുണ്ടെങ്കിലോ? കാശി ചിരിച്ചുകൊണ്ട് നാമിയെ നോക്കി പറഞ്ഞു. എങ്കിൽ നീ അവരുടെ കൂടെ പോയിക്കോ. ഡാ പട്ടി, അല്ലെങ്കിലും എല്ലാം കണക്കാ. സ്ത്രീയിലൂടെ വൃത്തികെട്ടവൻ, തെണ്ടി. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഏത് നേരത്താണോ ഇവന്റെ മുമ്പിൽ പോയി ചാടി കൊടുക്കാൻ തോന്നിയത്? എന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ വേറെ ഭാര്യയും കുട്ടി ഉണ്ടെന്ന്? അയ്യോ, അതെപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ? എന്തിനാ പറയണേ? ഞാൻ പൊട്ടിയൊന്നല്ല. ഓഹ്, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? കാശി നാമിയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. എന്നെ കല്യാണം കഴിക്കണം, എനിക്ക് വേണം മാഷിന്. നേരത്തെ ശബ്ദത്തിൽ നാമി പറഞ്ഞു.
എന്നെ സഹായിക്കാൻ വലിയ പാടാ പെണ്ണേ. അത് ഞാൻ സഹായിച്ചോളാം. അത്രയും വേണോ? വേണോ? വേണമെന്ന്. പിന്നെ നാം ഈ പാതിരത്തി കാശിയെ നോക്കി. ശരിക്കും വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന നിമിഷം വരെ ആരോടും തോന്നിയിട്ടില്ല. പക്ഷേ ഈ പൊരുത്തിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയോന്നൊരു തോന്നലില്ലാതില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഞാൻ. കാശിയുടെ മറുപടി കാത്തിൽക്കാതെ നാം ഈ കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അറിയില്ല മാഷേ, ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മാഷിൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമെന്ന്. എന്നെ പറ്റിക്കരുത് കേട്ടോ. സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടാവുന്നു മാഷേ. ഒരുപാട് ഇഷ്ടാവുന്നു. കൈ വിടല്ലേ മാഷേ, ഞാനൊരു പാവല്ലേ. നാമി കുറുകിക്കൊണ്ട് കാശിയുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. കാശി ഇരുകൈ കൊണ്ട് നാമിയെ ചേർത്ത് പിടിച്ച്. പുറത്ത് നിലാവിൽ ചെമ്പകത്തിന്റെ ഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ അവരെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. നീ എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കൊന്നുമില്ല. എന്തിനാശാനും നിങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറ് ചെയ്ത് കേറുകയല്ലേ ഈ തിരുമുഖം. എടീ പന്ന കഴിവറുടെ മോളെ. എന്തോ ഇതൊരനഘ സംഗീത സല്ലാപം അലനൊറിയുമാഷാഢ തീരം അതിലമൃതു പെയ്യും ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാ